ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ, ബീഫ്, മട്ടൻ ഇതിൽ ഏതും സാധാരണ രീതിയിൽ കറി വെക്കുമ്പോൾ മിക്കവാറും ഒരേ മെത്തേഡിൽ ഒരേ മസാല ആണല്ലോ അല്ലേ ഉണ്ടാക്കാറുള്ളത്. ഇന്ന് ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന മസാലയുടെ ഏകദേശം ഒരേ ചേരുവകളൊക്കെ വെച്ച് തന്നെ എന്നാൽ എന്നും ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയ ഒരു മസാലക്കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ചിക്കനും ബീഫും മട്ടനൊക്കെ ഈ ഒരു രീതിയിൽ കറി വെച്ചാൽ കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഞാനിന്ന് മട്ടൻ വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കി കാണിക്കുന്നത്. ബാച്ചിലേഴ്സിനും കുക്കിങ്ങിൽ തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡാണിത്. ഇതുപോലുള്ള വെറൈറ്റിയും പിന്നെ ഈസി ആയിട്ടുള്ള ഒരുപാട് കറി റെസിപ്പികൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി നോക്കാം അല്ലേ. അതിന് മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ആദ്യം ഒരു പാത്രം ചൂടാക്കാൻ വെച്ചതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ ചൂടായാൽ 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർക്കാം. ജീരകം ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് 2 വലിയ സബോള മിക്സിയിലിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം. സബോള കൂടുതലായി അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങൾക്കത് 2 രീതിയിലുണ്ടാക്കാം. ഒന്ന് തനി നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം നല്ല ജീരകം ചേർക്കണ്ട കേട്ടോ. പൊടികൾ ചേർക്കുന്ന സമയത്ത് പെരുംജീരകം പൊടിച്ചത് ചേർത്താൽ മതി. പിന്നെ കറിവേപ്പിലൊക്കെ ചേർക്കാം. ഞാൻ ഒരുപാട് നാടൻ കറികൾ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ തനി നാടൻ രീതിയിൽ ഉണ്ടാക്കണം എന്നുള്ളവർ അതനുസരിച്ച് ചേരുവകൾ മാറ്റം വരുത്താം കേട്ടോ. സബോള ഇങ്ങനെ ചതച്ചതിന് ശേഷം വഴറ്റിയാൽ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും. മാത്രമല്ല പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. നമുക്കിതിലേക്ക് സബോള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ തന്നെ വഴറ്റണം. ഇപ്പോൾ സബോള അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മട്ടൻ ചേർക്കാം. ഞാൻ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒപ്പം തന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടൻ കുക്കറിൽ ആദ്യം ഒന്ന് വേവിക്കാം. പക്ഷെ ബിരിയാണിക്കായാലും ഇതുപോലെ കറിയിലേക്കായാലും മസാലയുടെ കൂടെ കുറച്ച് സമയം എടുത്ത് മീറ്റ് വേവുമ്പോൾ അതിനനുസരിച്ച് കറിക്ക് ടേസ്റ്റും കൂടും. നിങ്ങൾ കറി എന്നാണോ ഉപയോഗിക്കുന്നത് അതിന് തലേന്ന് രാത്രി ഇതുപോലെ അത്യാവശ്യം സമയമൊക്കെ എടുത്ത് ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് കിഡിലൻ ടേസ്റ്റിൽ കറി സെറ്റായി കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നാൽ ഇതാ മട്ടൻ്റെ കളറൊക്കെ ഇങ്ങനെ ചേഞ്ചായി വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ മട്ടനിൽ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോസ്മെൽ നന്നായി മാറിയാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, അത്ര തന്നെ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി നല്ല കളർ കിട്ടാനായി കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിന് എരിവ് കുറവായത് കൊണ്ട് തന്നെ കറിക്ക് ആവശ്യത്തിന് എരിവ് വേണമെന്നുള്ളവർ ഒന്നെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കുക, അല്ലെങ്കിൽ കുരുമുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് എന്നത്തെയും പോലെ തന്നെ ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കുന്നതിൻ്റെ കൂടെ പച്ചമുളക് ചതച്ച് ചേർക്കാം. അല്ലെങ്കിൽ പകുതി പച്ചമുളക് ലാസ്റ്റ് കറി റെഡി ആയതിനു ശേഷവും പകുതി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൻ്റെ കൂടെയും ചേർക്കാം. പൊടികൾ നല്ല പോലെ മൂത്ത് വന്നാൽ ഈ ഒരു വലുപ്പത്തിലുള്ള 4 തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് തക്കാളി നന്നായി വെന്ത് വരുന്നത് വരെ മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളി നല്ല പോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്.
നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനിയാണ് നമുക്കിതിലേക്ക് മട്ടൻ വേവിക്കാനുള്ള വെള്ളം ഒഴിക്കേണ്ടത്. ഞാൻ 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അത്യാവശ്യം വേവുള്ള മട്ടനാണിത്, അതുകൊണ്ട് 2 കപ്പ് വെള്ളം എന്തായാലും വേണം. അധികം വേവില്ലാത്ത മട്ടനാണെങ്കിൽ 1 കപ്പ് വെള്ളം മതിയാകും. ഇതിന് മൂടി വെച്ച് 15-20 മിനിറ്റ് നേരം വേവിക്കണം. ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. മട്ടൻ്റെ 80% വെന്ത് വന്നാൽ പിന്നെ മൂടി തുറന്ന് വെച്ച് ഇതിലെ വെള്ളം വറ്റിച്ച് ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോഴേക്കും മട്ടൻ മുഴുവനായി വെന്ത് വന്നോളും. ഇപ്പോൾ മട്ടൻ നല്ല പോലെ വെന്ത് ഗ്രേവിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കൂടെ ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് മല്ലിയിലയും എരിവിനനുസരിച്ച് പച്ചമുളകും ചേർക്കാം. പിന്നെ നോർത്ത് ഇന്ത്യൻ റെസിപ്പികളിൽ ഒഴിച്ചുകൂടാനാവാത്ത കസൂരി മെത്തി കൂടെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിടിൽ മട്ടൻ കറി ഇവിടെ റെഡിയായി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മെത്തേഡിൽ ചിക്കനും ബീഫൊക്കെ വെച്ചുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി തന്നെ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്കും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.